സംസം കിണർ എങ്ങനെയുണ്ടായി അതിനെ കുറിച്ചാണ് പറയുന്നത്. ഹാജറ ബീവിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും മക്കയിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ മക്കയിലാക്കി പോയതാണ്. മക്കയിലാക്കി പോയതിനു ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രബോധനത്തിലാണ്. ബിംബ ആരാധന നടത്തുന്ന ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, അവർക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പലസ്തീനിലേക്ക് തന്നെ പോയതാണ്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഹാജറ ബീവിന്റെയും മകന്റെയും വിവരങ്ങൾ അന്വേഷിക്കാറുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് ഭക്ഷണവും പാനീയങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് അവിടേക്ക് വന്നിരുന്നത്. അത് ദിവസങ്ങൾ കഴിയും തോറും അത് കഴിഞ്ഞു. ഇപ്പോൾ ഒന്നും ഭക്ഷിക്കാനില്ല. ഹാജറ ബീവി സഫ കുന്നിന്റെയും മറവയുടെയൊക്കെ മുകളിൽ കയറി ഇറങ്ങിക്കൊണ്ട് ആരെങ്കിലും വെള്ളം തരണേ, ആരെങ്കിലും വെള്ളം തരണേ എന്നിങ്ങനെ പറഞ്ഞ് ആർക്കുകയാണ്. കാരണം ഒന്നുമില്ല. കുട്ടിക്ക് കൊടുക്കണമെങ്കിൽ പാല് വേണം. ഹാജറ ബീവിയുടെ മുലയിലാണെങ്കിൽ പാലില്ല, വെറും രക്തമായി മാറിയിരിക്കുകയാണ്. കാരണം ഭക്ഷിക്കാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ ഒരുപാട് നേരം വിളിച്ചു പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ തൗഫീഖ് എന്നോണം, കറാമത്ത് എന്നോണം അവിടെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം കാലിട്ടടിച്ചപ്പോൾ അവിടെ വെള്ളം ഉറവിട്ടുകയാണ്. അങ്ങനെ വെള്ളം കണ്ടപ്പോൾ ഹാജറ ബീവിക്ക് വലിയ സന്തോഷം. ബാക്കി തുടരും. വീണ്ടും കാണാം.